കൃഷിയിലെ ചില അത്ഭുതങ്ങളൊന്ന് നേരിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പച്ചമുളകാണ്. എല്ലാവരുടെയും ഒരു തലവേദനയാണ് പച്ചമുളക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത്. എല്ലാ പച്ചക്കറികളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ പച്ചമുളകിനൊരു പ്രത്യേകതയുണ്ട്. അത് വാട്ടരോഗം വരും, കുരുടിച്ചു പോകും, പിന്നെ വെള്ളീച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാകും. ഒരൊറ്റ മുളകും ഉണ്ടാകില്ല, ചെടി കുരുടിച്ച് ഇങ്ങനെ നിൽക്കും. ഇതാണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പച്ചമുളക് ഉണ്ടാവും. അപ്പോൾ ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പഴയ കാലത്ത്, ഇപ്പോൾ ഒന്നും ഈ അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാലുവാണ്. ഇപ്പം ഇത് ചെറിയൊരു തൈയാണല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ, ചെറിയൊരു തൈയല്ലേ ഇത്. അപ്പോൾ ഇതിൽ എത്ര മുളകുണ്ടെന്നൊന്ന് നോക്കാം. കണ്ട, 1, ഇവിടെ 2, മുകളിലത്തെ ചെറുത് 3, കാണാമല്ലോ അല്ലേ, 3 എണ്ണം. ഇനി ഇതിവിടെ ഒരെണ്ണം 4, അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം, 4 എണ്ണം. ഇനി ഇപ്പുറത്ത് വന്നാൽ ഇവിടെ ഒരെണ്ണം അല്ല, ഇത് 5-മത്തെ. അതിനടിയിൽ ഒരെണ്ണം, 6-മത്തെ. പിന്നെ ഒരെണ്ണം താഴെ ഉണ്ടായി വന്നിട്ട് ഇതിന് ഈ ചട്ടിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനതെടുത്ത് ഇങ്ങോട്ട് ചട്ടിയിൽ പുറത്തേക്ക് കയറ്റി വെച്ചത്. കാരണം ഇതിൻ്റെ നീളം കാരണമാണത്. എല്ലാം നല്ല മൂപ്പെത്തി നല്ല പഴുത്ത് നിൽക്കുന്ന പച്ചമുളകാണ്. ഇനി ഇതിൽ കുരുടിപ്പുണ്ടോ എന്ന് നോക്കാം. യാതൊരു കുരുടിപ്പും ഇതിനകത്തില്ല. നിങ്ങൾക്ക് നോക്കാം. വെള്ളീച്ച, കുരുടിപ്പ്, ഇതൊന്നും ഇതിലില്ല. ഇത് തന്നെയല്ല, അതായത് ഇപ്പോൾ വേറെ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട്. പൂവ് കുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പൂവ്. ഇത് എവിടെയുണ്ട്, നിറയെ പൂവ് കുത്തുന്നുമുണ്ട് പുതിയതായിട്ട്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ണിൻ്റെ ലെവല്, pH ലെവൽ കൃത്യമായിട്ട് നോക്കണം. അത് പച്ചമുളകിനെ സംബന്ധിച്ച് പ്രധാനമാണ്. pH ലെവൽ, പുളിരസം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുമ്മായം വിതറിയ മണ്ണിലാണ് ഇത് നടേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, തമിഴ്നാട്ടിലൊക്കെ കാണാം, ഈ പച്ചമുളക് കരിവേപ്പൊക്കെ കൃഷി ചെയ്യുമ്പോൾ അവിടെ ചെങ്കല്ല് പൊടി ഇട്ട് കൊടുക്കും. ഞാൻ ഈ ചെങ്കല്ല് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാ തവണയും ഇടണ്ട. അത് 3 മാസമോ 4 മാസമൊക്കെ കൂടുമ്പോൾ ഇച്ചിരി ചെങ്കല്ല് പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. അത് പ്രധാനമാണ്. പിന്നെ അസുഖമില്ലെങ്കിലും നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഒന്ന് കലക്കി ഇതിൽ സ്പ്രേ ചെയ്യണം. ഇവിടെ ഒഴിച്ചും കൊടുക്കാം. ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ആ വേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്മെല്ല് കൊണ്ട് ഈ വെള്ളീച്ച പോലുള്ള സാധനങ്ങൾ ഇലയുടെ അടിയിലേക്ക് വരില്ല. പിന്നെ ഉള്ളത് കൃത്യമായ വളമാണ്. വളപ്രയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ ചെങ്കല്ല് പൊടിച്ചത്, വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചകിരിച്ചോറ് വരെ ഇതിനിട്ടിട്ടില്ല. ഇടുന്നതിന് കുഴപ്പമില്ല, ഇടാം. അപ്പോൾ ഈ തൈയിൽ തന്നെ ഇത്രയും മുളകുണ്ടായപ്പോൾ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു കമ്പ് കുത്തി കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കമ്പ് കുത്തി കൊടുത്തിരിക്കുന്നത് ഇത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ. അത്രയും വെയിറ്റ് ഉണ്ടല്ലോ ഇതിന്, ചെറിയ തൈയാണുള്ളത്. അപ്പോൾ കീടബാധ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു വേപ്പെണ്ണ, അപ്പോൾ വേപ്പെണ്ണ എന്ന് പറഞ്ഞൊരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം. കുറച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വേപ്പെണ്ണ അല്ലാതെ കൂടുതൽ കീടനാശിനികൾ നമുക്ക് പ്രയോഗിക്കേണ്ടി വരില്ല. ഇനി അസുഖം വന്നു കഴിഞ്ഞാലോ പിന്നെ ഈ വേപ്പെണ്ണ അതിൽ പിടിക്കില്ല. വേപ്പെണ്ണയൊന്നും അടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് മാജിക്ക് പോലെയൊക്കെ ഉള്ള കീടനാശിനികൾ വാങ്ങിച്ച് സ്പ്രേ ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേപ്പെണ്ണ നമ്മൾ വാങ്ങിക്കുമ്പോൾ കൃഷിക്ക് ഒരു അഗ്രികൾച്ചർ യൂസ് എന്നും പറഞ്ഞുള്ള വേപ്പെണ്ണ വാങ്ങിക്കണം. അല്ലാതെ ഈ വയറ്റിലേക്ക് ഉപയോഗിക്കാനൊക്കെ, വയറിളക്കാനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന വേപ്പെണ്ണയുണ്ട്. ആ വേപ്പെണ്ണ ആവരുത്.
ആ വേപ്പെണ്ണ ഒഴിക്കാം. ആ വേപ്പെണ്ണയാണെങ്കിൽ പിന്നെ സോപ്പ് ലായനിയിൽ കലക്കണം. വേപ്പെണ്ണ നമ്മൾ പച്ചവെള്ളത്തിൽ കലക്കിയാൽ ഒഴിച്ചാൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആ തരം ഇതാണെങ്കിൽ നമ്മൾ സോപ്പ് ലായനിയിൽ കലക്കണം. അത് വേണ്ട. ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ സോപ്പ് ലായനി വേണ്ട. നമുക്ക് നേരിട്ട് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് ആഴ്ചയിലൊരിക്കൽ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയില്ല, ഇതിന് വെള്ളീച്ച വന്നു എന്നുണ്ടെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ഞാൻ പറഞ്ഞ കീടനാശിനി അടിക്കണം, രാസകീടനാശിനി. ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാജിക്കാണ് ഇതാണ് സംഭവം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് സിന്തറ്റിക് അല്ല, ഓർഗാനിക് ആണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ വായിച്ചാൽ മനസ്സിലാവുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്? ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇത് രാസ കീടനാശിനിയാണെന്ന് മനസ്സിലായി. നിവൃത്തിയില്ലെങ്കിലേ ഇത് വാങ്ങിച്ചടിക്കാവൂ. സാധനം നല്ലതാണ്, പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നിങ്ങളത് അടിക്കാവൂ. ആദ്യം പറഞ്ഞ രീതിയാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ മുട്ടയുടെ മഞ്ഞക്കൊരു ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ കഴിക്കുന്ന ഒരാളുണ്ട്. അസുഖമായിട്ടല്ല കേട്ടോ, 3-4 മുട്ടയൊക്കെ കഴിക്കും. അപ്പോൾ അതിൽ 2 മഞ്ഞക്കുരു എടുത്ത് എക്സസ്സാണ്, അത് മാറ്റി വയ്ക്കും. ആ സാധനം ഞാനെടുത്ത് ചെടികൾക്ക് പ്രയോഗിക്കാറുണ്ട്. എല്ലാത്തിനും വെണ്ട, തക്കാളി എല്ലാത്തിനും പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ ഇതിനും പ്രയോഗിച്ചിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഒരു മഞ്ഞക്കരു കഞ്ഞിവെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. ഏറ്റവും നല്ല വളമാണത്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ശർക്കര, മോരും കൂടെ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, എങ്ങനെയായാലും ശർക്കര ഇതിലേക്ക് ചെല്ലണം. കഞ്ഞിവെള്ളത്തിൽ ശർക്കര കലക്കിയിട്ട് ഒഴിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലെ പുളിരസമൊക്കെ കൂടുതൽ വരുവാണെങ്കിൽ അത് മാറിക്കിട്ടാനും, ശർക്കര മൊത്തം കഞ്ഞിവെള്ളവും ശർക്കരയും മൊത്തം വളമാണ്, രണ്ടും വളമാണ്, നല്ല വളമാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം ശർക്കര നമ്മളെടുക്കുക. ആ ശർക്കര എടുത്തിട്ട് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ അത് കലക്കിയിട്ട്, കഞ്ഞിവെള്ളം 1 ലിറ്റർ എടുക്കണമെന്നില്ല, 1/2 ലിറ്റർ കഞ്ഞിവെള്ളം 1/2 ലിറ്റർ പച്ചവെള്ളവും ആക്കിയിട്ട് 1 ലിറ്റർ എടുക്കുക. അത്രയും സാധനത്തിൽ ഈ 50 ഗ്രാം ശർക്കര എടുത്തിട്ട്, ഞാനിപ്പോൾ അത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒഴിച്ചതാണ്, 3-4 ദിവസം മുമ്പ് ഒഴിച്ചതാണ്. ഇനിയിപ്പോൾ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഒഴിച്ചതാണ് ഞാനത്. പുളിപ്പ് മാറാനും ഒക്കെ മോരിലും കഞ്ഞിവെള്ളത്തിലും ഒക്കെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും എടുത്തിട്ട് അതിനകത്തൊരു വെള്ളവും മിക്സ് ചെയ്തിട്ട് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അപ്പോൾ 1 ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 200 ml ഒഴിച്ചു കൊടുത്താൽ മതി. 5 ചെടികൾക്ക് നമുക്ക് ഒഴിക്കാം. ഈ 50 ഗ്രാം ശർക്കരയുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുളക് മാത്രമല്ല എല്ലാ പച്ചക്കറികളും അതുപോലെ വളരും. ഇത് നല്ല ജനുസിൽപ്പെട്ടത് ആയത് കാരണം കൊണ്ട് ഇതിൻ്റെ വിത്തെടുത്ത് വച്ചാലോ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം കേടൊന്നുമില്ലാത്ത ആരോഗ്യത്തോടെ വളരുന്ന പച്ചമുളകാണ്. വിത്തെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയേക്കുന്നതാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രയോഗം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.